കൊലപാതകമെന്ന സ്ഥിരീകരണം. പുത്തൂർ വയൽ സ്വദേശി സുമിൽ ഷാദ്, അജിൻ എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കച്ചവടക്കാരായ ഇരു കൂട്ടരും തമ്മിൽ വ്യക്തിവൈരാഗ്യമുണ്ടായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. തിങ്കളാഴ്ച രാവിലെയാണ് സുമിൽ ഷാദിന്റെ ഥാർ ഇടിച്ച നവാസ് മരിക്കുന്നത്. അനീസ് അലിയുണ്ട് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ. അനീസ്, ഇത് കൊലപാതകമാണ് എന്ന എന്തടിസ്ഥാനത്തിലാണ് പോലീസ് സ്ഥിരീകരിക്കുന്നത്? തിങ്കളാഴ്ച രാവിലെ 8 മണിയോട് കൂടിയാണ് ചുണ്ടേൽ അമ്മാറ ആനോത്ത് പ്രദേശത്ത് ഈ വാഹനാപകടം ഉണ്ടായിരുന്നത്. ആ സമയത്ത് തന്നെയും പ്രദേശവാസികളും ബന്ധുക്കളും ഈ മരിച്ച നവാസിൻ്റെ ബന്ധുക്കളടക്കം ഇത് ഗുരുതരമായ കുറ്റകൃത്യമാണ്, ഇത് കൊലപാതകമാണ്, ഒരു യാദൃശ്ചികമായ അപകടമല്ല എന്ന സംശയം പ്രകടിപ്പിച്ചിരുന്നു. പിന്നീട് ഇത് സംബന്ധമായ അന്വേഷണത്തിലാണ് പോലീസിന് വ്യക്തമായി ഇത് കൊലപാതകം തന്നെയാണ് എന്ന് വ്യക്തമായത്. ഇവർ തമ്മിൽ വ്യക്തിവൈരാഗ്യം ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പ്രദേശം എന്ന് പറയുന്നത് ഏറെ ദൂരത്ത് നിന്ന് 200 മീറ്ററോളം അകലെ നിന്ന് ഇരു വാഹനങ്ങൾക്കും പരസ്പരം കാണാവുന്നതും അങ്ങനെ ഒരു അപകടമുണ്ടാകാൻ സാധ്യതയുള്ളതുമായ പ്രദേശമല്ല. മറ്റൊരിക്കലും ഈ ഒരു അടുത്ത കാലത്തൊന്നും അവിടെ അങ്ങനെ ഒരു അപകടം ഉണ്ടായിട്ടില്ല എന്നതും, അതോടൊപ്പം തന്നെ ഈ പ്രതിയായിട്ടുള്ള ആളുടെ കോൾ ഡീറ്റെയിൽസ് അടക്കം പരിശോധിച്ചതിൽ നിന്നാണ് പോലീസിന് ഇത് കൊലപാതകം തന്നെയാണ് എന്ന് വ്യക്തമായിട്ടുള്ളത്. സാഹചര്യ തെളിവുകളും അതുപോലെ തന്നെ CCTV ദൃശ്യങ്ങളും, അതോടൊപ്പം തന്നെ ഏറ്റവും നിർണായകമായത് ഈ പ്രതിയായിട്ടുള്ള സുമിൻ ഷായുടെ ഫോൺ ഡീറ്റെയിൽസ്, അദ്ദേഹത്തിൻ്റെ കോൾ ഡീറ്റെയിൽസ് പരിശോധിച്ചപ്പോഴാണ് ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ലഭ്യമായത്. ഇതിൽ ഇപ്പോൾ ഈ സുമിൻ ഷാദിനെയും അദ്ദേഹത്തിൻ്റെ സഹോദരൻ അജിൻ ഷാദിനെയും പ്രതി ചേർത്തിരിക്കുകയാണ് പോലീസ്. വൈകാതെ തന്നെ ഇവരെ കൊലപാതക കുറ്റം നിലവിൽ ഇവരുടെ മേലിൽ ചുമത്തിയിട്ടുള്ളത്, സുമിൻ ഷാദിൻ്റെ മുകളിൽ ചുമത്തിയിട്ടുള്ള കുറ്റം എന്ന് പറയുന്നത് മനഃപൂർവ്വമല്ലാത്ത നരഹത്യയായിരുന്നു. അത് പക്ഷേ ഇപ്പോൾ അല്പസമയത്തിനകം ഇവരെ ഈ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. സുമിൻ ഷാദ് ഈ നിലവിൽ അദ്ദേഹം ചികിത്സയിൽ കഴിയുന്നത് സ്വകാര്യ മെഡിക്കൽ കോളേജിലാണ്. അവിടെ നിരീക്ഷണത്തിലായിരുന്നു പോലീസിൻ്റെ. പിന്നീട് പോലീസിൻ്റെ ചോദ്യം ചെയ്യലിൽ ഇദ്ദേഹം കുറ്റം സമ്മതിക്കുകയായിരുന്നു. സഹോദരനും അദ്ദേഹവും കൂടി ആസൂത്രണം ചെയ്തതാണ് ഈ കൊലപാതകം എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഏതായാലും അതിനാവശ്യമായ സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളും ശേഖരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തിൻ്റെ കുറ്റസമ്മതം കൂടി കണക്കിലെടുത്താണ് പോലീസ് ഇപ്പോൾ ഇത് കൊലപാതകമാണ് എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത്.